ആരംഭത്തിൽ അത് ആശീർവദിച്ചുകൊണ്ട് ദൈവം സന്തോഷിക്കുകയാണ്, സ്വർഗം മുഴുവനും സന്തോഷിക്കുക. നമ്മുടെ എല്ലാവരുടെയും സന്തോഷം ഒരുമിച്ച് ചേർത്ത് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്ത് പിന്നിലേക്ക് നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥനാപൂർവ്വങ്ങളിലേക്ക് ഈ വിവാഹ വിതരണത്തിന്റെ ആരംഭത്തിൽ നമ്മുടെ ഗായക സംഘം ആലപിച്ച ഒരു ഗാനമുണ്ട്. മാലാഖമാർ പാടുന്ന സ്ത്രീയും സ്വർഗം തുറക്കുന്ന സ്ത്രീയും. കാരണം സ്വർഗം തുറന്ന് എങ്കില് ഇതിലൂടെ വ്യക്തമാകുന്ന വലിയൊരു സത്യമുണ്ട്. സ്വർഗം തുറന്ന് ഇവരെ അനുഗ്രഹിക്കുമ്പോൾ സ്വർഗത്തിന്റെ പദ്ധതിയാണ്, തീരുമാനമാണ്. വിവിധ വിനിലെന്നും വിനിലേക്ക് വിവിനെന്നും. നാം വിചാരിക്കും മാതാപിതാക്കന്മാരും പ്രത്യേകിച്ച് അമ്മാവന്മാരും ഒക്കെ ഒരുമിച്ച് ചേർന്ന് കണ്ട് തൃപ്തിപ്പെട്ട് സാഹചര്യങ്ങളൊക്കെ പൊരുത്തപ്പെടുന്നു എന്ന് കണ്ടതുകൊണ്ട്, ജോലി കൊണ്ട്, കുടുംബ പശ്ചാത്തലം കൊണ്ട് അങ്ങ് മുനമ്പത്ത് നിന്ന് ഞാറക്കാടേക്ക് വരുമ്പോൾ എല്ലാം പൊരുത്തമെന്ന് ആലോചനക്കാരുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സ് പറഞ്ഞതുകൊണ്ട് പൊരുത്തപ്പെട്ടിട്ടില്ല. അത് വീട്ടിലായിരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയൊരു പൊരുത്തം ഉണ്ട്. ഈ പൊരുത്തം ഞാനും നിങ്ങളും മാതാപിതാക്കന്മാരും അമ്മാവന്മാരും ഒക്കെ കണ്ട പൊരുത്തത്തെക്കാൾ ഉപരി ദൈവം കണ്ട പൊരുത്തമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഉറപ്പായിട്ട് വിശ്വസിക്കണം, ദൈവമാണ് നിങ്ങളെ രണ്ടുപേരെയും യോജിപ്പിക്കുന്നത്. ഇതിന് വചനം കൂട്ടിലുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തില് 25-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ ഒക്കെ വിശ്വാസത്തിന്റെ പിതാവായ അബ്രാഹാം തന്റെ പുത്രനായ ഇസഹാക്കിന് ഭാര്യയെ അന്വേഷിക്കാൻ ദാസനെ ചുമതലപ്പെടുത്തി അയക്കുമ്പോൾ പിതാവായ അബ്രാഹാം ദാസനോട് പറയും, നീ നമ്മുടെ ഗോത്രത്തിൽ നിന്ന് ഇസഹാക്കിന് പറ്റിയ ഇണയെ തേടണം, അവളെ മാതാപിതാക്കന്മാരുടെ വിവാദത്തോട് കൂട്ടിക്കൊണ്ടുവരിക. ദാസൻ ചോദിക്കും, ഞാൻ പറ്റിയ ഒരു പെൺകുട്ടിയെ അവിടെ കണ്ടെത്തിയാല് അവള് സമ്മതം പറഞ്ഞു പോകുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിന് പ്രാർത്ഥനകൊണ്ട് മറുപടിയുണ്ട്, നീ വെറുതെ മുൻപേ പോകുന്നതേ ഉള്ളൂ. നിനക്ക് മുൻപേ ദൈവമായ കർത്താവ് അവന്റെ ദൂതനെ അയക്കും. കാരണം ദൈവം തിരഞ്ഞെടുത്തത് അത് കണ്ടെത്താനായിട്ട് ദൈവം തന്റെ ദൂതനെ അയക്കുകയാണ്. അവിടെ തിരഞ്ഞെടുപ്പാറില്ല, ദൈവം തിരയാണ്. ദൈവമാണ് ഒരു വിവാഹത്തിലും ഈ ദമ്പതിമാരെ യോജിപ്പിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നത്. നമ്മുടെ എല്ലാ വിശ്വാസത്തിന്റെ പിതാവായ അബ്രാഹാം നമ്മൾ ഓർമ്മപ്പെടുന്നു. ദൈവം ഇന്ന് നമുക്ക് പ്രിയപ്പെട്ട ഈ മക്കളെ പരസ്പരം യോജിപ്പിക്കും. അങ്ങനെയെങ്കിൽ രണ്ടാമത് നിങ്ങളെ സ്നേഹപൂർവ്വം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ദൈവമാണ് യോജിപ്പിക്കുന്നതെങ്കിൽ ദൈവം എപ്പോഴും നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ ഒന്നാണ് എന്നതാണ്. രണ്ടല്ല. സുവിശേഷം കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മുതൽ വിനിലും വിനിലയും രണ്ടല്ല, ഒന്നാണ്. ദൈവം യോജിപ്പിക്കുകയാണ്, നിങ്ങൾ വേർപെടുത്താതിരിക്കട്ടെ എന്ന്. പ്രസിദ്ധ കഥാകൃത്തായ ജലാലുദ്ദീന്റെ സുന്ദരമായ കഥയുണ്ട്. ആ കഥയിലെ ഇതിവൃത്തം ഒരു വിവാഹം തന്നെയാണ്. അതില് കാമുകൻ ഏറെ നാൾ സ്നേഹിച്ച് പ്രണയിച്ച് നടന്ന കാമുകൻ കുറച്ചു നാളത്തേക്ക് ദൂരെ ജോലിക്ക് പോവുകയും ജോലി കഴിഞ്ഞ് അവധിക്ക് തിരികെ ഓടി വരുമ്പോൾ ആദ്യം തന്നെ എയർപോർട്ടിൽ നിന്ന് ആദ്യം വരുന്നത് അവന് സ്നേഹിച്ച പെണ്ണിനെ കാണാനാണ്. അവൻ വന്ന് ഓടി വന്ന് ഇവിടെ കടലിൽ മുട്ടും. കടലിൽ മുട്ടുമ്പോൾ സാധാരണഗതിയിൽ ചോദിക്കും, ആരാണ്? അവൻ പറഞ്ഞു, അവന്റെ ശബ്ദം വളരെ ചിരപരിചിതമാണ്, അവൾക്ക് ഫോണിലൂടെയൊക്കെ ബന്ധപ്പെടുന്നതാണ്, ഞാനാണ് എന്ന് മറുപടി പറഞ്ഞു. രണ്ടുപേർക്ക് കിട്ടിയിട്ടില്ല, കടലിൽ തുറക്കപ്പെട്ടി. അവിടെ അവന് ശരിക്കും നെഞ്ചിലികർച്ചമായിട്ട് വലിക്കുന്നത് പോലെ ഒരു അനുഭവമാണ്.
എന്ത് അവളെ ശബ്ദം തിരിച്ചറിഞ്ഞില്ല, കഥ തുറന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി ഒരു മരച്ചുവട്ടിൽ ചിന്തിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവൾ എന്തുകൊണ്ടാണ് എന്റെ ശബ്ദം തിരിച്ചറിയുക. ഒരു നിമിഷം ആലോചിച്ച് എന്തോ ചിന്തിച്ചുറപ്പിച്ചിട്ട് അവൻ തിരികെ വീണ്ടും ഓടി ഇവളുടെ കഥയിൽ വന്ന് മുട്ടുകയാണ്. മുട്ടുമ്പോൾ അതുപോലെയുള്ള ചോദ്യം, ആരാണ്? മറുപടി പറഞ്ഞു, നീയാണ്, നീ തന്നെ. ഈ സമയം കടന്നു പുറപ്പെടുന്നു. ആദ്യം രണ്ടുപേർക്കും ഇവിടെ ഇടമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ കഥവ് തുറക്കാതെ. വലിയ സന്ദേശത്തിലൂടെ വ്യക്തമാകുന്നു. ക്രിസ്തീയ സഭയുടെ വിവാഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യംഗ്യഭംഗിയായും യഥാർത്ഥ സുന്ദരമായിട്ട് അവതരിപ്പിക്കുകയാണ്. അവർ രണ്ടുപേരും ഒന്നായിരിക്കേണ്ടവരാണ്. ഇത് കർത്താവിനെ പഠിപ്പിക്കുക. മൂന്നാമതായി കഥാവിതാക്കിയിരിക്കുന്നതാണ് ഇതിലെ വിവാഹത്തെ കുറിച്ച് മഹാനായ ഉടൻദേശി ഇപ്രകാരം പറഞ്ഞു വെക്കും, the three to get married. മൂന്ന് പേരാണ് വിവാഹിതരായത്. ഇന്നിവിടെ ആരൊക്കെയായിരിക്കും? ദിവ്യനും ഇതിലേക്ക് മൂന്നാമത്തെ ആളായിരിക്കും. മൂന്നാമത്തെ ആൾ കർത്താവിന്റെ ഇവരുടെ മധ്യത്തിൽ യേശുദമ്പുരാനെ കൊണ്ടുവരികയും ചെയ്യും. യേശുദമ്പുരാൻ മധ്യത്തിൽ നിന്നുകൊണ്ട് യോജിപ്പിക്കുമ്പോഴാണ് ഇത് പൂർത്തിയാവുന്നത്. എങ്കിൽ നാലാമതായിട്ട് ഓർക്കേണ്ടത്, ഈശോ മധ്യത്തിൽ നിന്നുകൊണ്ട് യോജിപ്പിച്ചാരംഭിക്കുന്ന ധന്യമായ പവിത്രമായ ഈ കുടുംബജീവിതം ഇന്നും എല്ലാ സമയത്തും ജീവിതത്തിന്റെ അവസാന വിനായകരെ യേശുദമ്പുരാൻ നിങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ഓർമ്മിപ്പിക്കുകയും ഇന്ന് നിങ്ങൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടാണ് ഈ വിവാഹ കർമ്മം ആശീർവദിക്കുന്നത്. ഇന്ന് മാത്രമല്ല, എത്ര തിരക്കുണ്ടെങ്കിലും ജോലികളുടെ ബാധ്യതയുണ്ടെങ്കിലും ഒക്കെ ആയാലും ഞായറാഴ്ചകളിലെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ഈശോയെ മധ്യത്തിൽ നിർത്താനായിട്ട് നിങ്ങൾ മറക്കരുതേ എന്നാണ് പ്രിയപ്പെട്ട മക്കളെ ഓർമ്മപ്പെടുത്താറുള്ളത്. ഇത് ചടങ്ങല്ല. കർത്താവ് നിങ്ങളുടെ മധ്യത്തിൽ ഹൃദയത്തിലുണ്ട് എന്ന് എന്നും ഉറപ്പുവരുത്തുന്ന ആവേശത്തോടാണ് സ്വീകരണം. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഇന്ന് വലിയ പട്ടുകത്തേക്ക് വിരിച്ച് ഫ്ലവർ ഗേൾസൊക്കെയായിട്ട് ആഘോഷമായിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് മുകളിലും താഴെയും ഒക്കെ ഫോട്ടോയൊക്കെ എടുത്ത് മംഗളകരമാണ് അല്ലേ? ഹെലികോപ്റ്റർ പോലെ പറക്കുന്ന ഫോട്ടോയൊക്കെ വളരെ നല്ല മംഗളകരമായ ചടങ്ങാണ്. എല്ലാ സമയത്തും പറന്ന് വെട്ടാനും പറന്ന് ഫോട്ടോ എടുക്കാനും കൂട്ടുകാരും പ്രിയപ്പെട്ടവരും എല്ലാ സമയത്തും ഉണ്ടാക്കി. എല്ലായ്പ്പോഴും ജീവിതം പൂക്കൾ വിരിയുകയോ പട്ടുമെന്ന് വിരിച്ചവരെ ദുഃഖങ്ങളും സഹനങ്ങളും കൂടിയിട്ടാണ്. ആ സമയത്ത് കർത്താവ് പോലും അകന്നിരിക്കുന്നുവെന്ന് ആഗ്രഹപൂർത്തി വരാത്തപ്പോൾ, സ്വപ്നങ്ങൾ സഫലമാകാത്തപ്പോൾ തോന്നുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പുറത്തുവരിക, കർത്താവ് അവരല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ തോണിയിൽ അമരത്ത് അവർ തലസാഴ്ചയുണ്ടാകുന്നു. കൊടുക്കാറ്റുകളുണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഈ ജീവിതത്തോടെ മുങ്ങുന്നു എന്ന് സംശയിക്കുമ്പോൾ അവരെ തട്ടി ഉണർത്തുക. കർത്താവെ ശിഷ്യന്മാരെ വിളിച്ചുണർത്തിയതുപോലെ വിളിച്ചുണർത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ കൊടുക്കാറ്റുകളെയും പ്രതിസന്ധികളെയും അലമാലകളെയും ഒക്കെ അടങ്ങുക, ശാന്തമാവുക എന്ന് പറഞ്ഞ് കർത്താവ് ശാന്തമാക്കും. ഇനി അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ തോണിയിൽ നിങ്ങൾ മാത്രമല്ല ഉണ്ടാവുക, മക്കൾ കൂടി ഉണ്ടാകുക. തോണിയുടെ ഭാരം കൂടും. പക്ഷേ അതൊരു ഭാരമില്ല. കർത്താവിന് മധ്യത്തിൽ നിർത്തിക്കൊണ്ട് ഇപ്രകാരം മുന്നോട്ട് പോകാൻ ഇതിനും ഇതിലേക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം, ഒരു സ്ത്രീയ കാര്യം, ഇന്ന് സുവിശേഷത്തില് പരിശുദ്ധി അമ്മ അവരുടെ ജീവിതത്തിൽ വീട്ടിൽ പോയപ്പോൾ അവർ വീട്ടിലായി പറഞ്ഞുകൊണ്ട് അമ്മ ആ കുറവ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കഴിയും. വിരലിനെയും വിരലിയെയും മക്കളുമെല്ലാം നമ്മളെ എല്ലാവരെയും ഈ ലോകത്തിലെ എല്ലാ അമ്മമാരെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവാണ്. പരിശുദ്ധ ദൈവമാതാവിനോട് നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ നടക്കാൻ, അമ്മയെ കൂടെ നടക്കാൻ ശ്രമിക്കുക. അതായത് ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അല്പനേരം തിരുവനന്തപുരത്തിന് മുമ്പിലിരുന്ന്
അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നിത്യകിരീടം നേടുവാനും അനുഗ്രഹിക്കുകയും ചെയ്യണം. അങ്ങയുടെ സ്നേഹത്തിൽ ഇവിടെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. പുരുഷമരണം വഴി സഭയെ അതുവായി സ്വീകരിച്ചവർത്താണ് വിശ്വാസത്തിലും സ്നേഹത്തിലും മധുരന്മാരെ വർദ്ധിപ്പിക്കുന്ന ഈ കാര്യം ദയാപരമായി ശ്രദ്ധിക്കുന്നത്. ഐക്യത്തിന്റെ പ്രതീകമായ താരി അപേക്ഷമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും വിലയിരുത്തുന്നതാകും. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ മുന്നോട്ടുകൊണ്ടുവരുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ ഉചിതമായി കുറിച്ച് ഇവർക്ക് ശക്തി നൽകുന്നു. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ദൈവം ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവ പരസ്പരമണിയുന്ന ഈ മോചനങ്ങൾ ആസ്വദിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രഭാവനത്തിന്റെ അക്ഷരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരണനായ കർത്താവിൽ ഈ മന്ത്രകോടി ആസ്വദിക്കുക. പൂർണ്ണമായ ആത്മസമർപ്പണവും ആത്മസ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ദമ്പതിമാരെ അനുഗ്രഹിക്കുക. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മതത്തിന്റെ വസ്ത്രം ധരിപ്പിച്ചവർക്കായും ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സംഘത്തിൽ മതത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കരുണാവർഷം പൊഴിയുന്നു
സന്തോഷത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശേഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും മനുഷ്യരുമായി ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കും. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ ശക്തിയും അവിടുന്ന് നിങ്ങൾക്ക് കഴിയും. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ അവരെ വിശുദ്ധിയിലെയും മാർഗത്തിൽ നയിക്കുന്നതിന് അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ ഈ സ്തുതിയും സുഖത്തിലെയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് വിശ്വാസവും ചെയ്യട്ടെ. ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ